ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയാലോ. മഷ്റൂം ഫ്രൈഡ് റൈസ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1.5 ഗ്ലാസ് റൈസ് ഞാൻ സാധാരണ ചോറ് വേവിച്ച് വാർക്കുന്നത് പോലെ വേവിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഞാനിത് വീഡിയോ എടുത്തില്ലായിരുന്നു. ഫ്രൈഡ് റൈസിന് വേണ്ട വെജിറ്റബിൾസ്: ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, മഷ്റൂം, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, ക്യാപ്സിക്കം ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയെക്കാളും ഫ്രൈഡ് റൈസിന് ഓയിലാണ് നല്ലതെന്ന് തോന്നുന്നു. ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഷ്റൂം ഒഴികെ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്തിട്ടുണ്ട്. ഞാനിതൊന്ന് വഴറ്റി പച്ചമണം പോയതിന് ശേഷം ആണ് മഷ്റൂം ആഡ് ചെയ്യുന്നത്. ഒരുമിച്ചായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ബസ്മതി റൈസ് ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അപ്പോൾ ഇവിടെ ഇത്രയും മതിയാവും. ഇനി ചേർത്ത് കൊടുക്കുന്ന കുരുമുളക് പൊടി ഞാനിപ്പോൾ 3/4 ടീസ്പൂണാണ് ചേർത്തത്. ഇത്രയും മതിയാവും. ഇനി കുറച്ച് എരിവ് വേണം എന്നുള്ളവരാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം വേണമെങ്കിൽ കൂട്ടാം, പക്ഷേ കുരുമുളക് പൊടി ഇത്ര തന്നെ മതിയാവും. അത് വല്ലാതെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്രൈഡ് റൈസിന് ഒരു നല്ല ടേസ്റ്റ് കിട്ടില്ല. ഇനി ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മറ്റ് പച്ചക്കറികൾ ഒന്ന് വഴന്നപ്പോൾ ഞാൻ മഷ്റൂം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസ് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കുവാണ്. ഇതിൽ കൂടണ്ട, ഫ്രൈഡ് റൈസിനൊരു പുളിപ്പ് വരും. നമ്മൾ സോയാ സോസ് ഒഴിക്കുന്നതിന് പകരമാണ് കേട്ടോ ഇത്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായി വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ റൈസ് ആദ്യം തന്നെ വേവിച്ച് ചൂടാറിയതിന് ശേഷം മാത്രം വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്യാം. ചൂടോടെ ആകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ ചോറ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതായിട്ട് തോന്നും. തണുത്തതിന് ശേഷം ആകുമ്പോൾ നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഇതിന്. സോയാ സോസോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ ഫ്രൈഡ് റൈസ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിലിടുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്